الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على نبينا محمد وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സ്നേഹമുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഏതൊരു സന്ദർഭത്തിലും എന്ന പോലെ പ്രത്യേകം താല്പര്യപ്പെടുക. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിലാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട ഏതൊരു പരിശ്രമത്തിനും വലിയ പ്രതിഫലമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പാരായണത്തിനാണെങ്കിലും പഠനത്തിനാണെങ്കിലും അർത്ഥവും ആശയവും ഒക്കെ ചർച്ച ചെയ്ത് പഠിക്കുന്നതിനൊക്കെ വലിയ പുണ്യവും പ്രതിഫലവും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അല്പസമയത്തെ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ എത്രമാത്രം പ്രതിഫലം നമുക്ക് നേടാനാകുമോ അവയെല്ലാം നേടി മാത്രം ഈ ഹാളിൽ നിന്ന്, ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്ന വിധം നന്മകളിലേക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ മാത്രമാണ് വിജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും വിജയിക്കുന്ന വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഗുണഗണങ്ങൾ, പ്രത്യേകതകൾ, വിശേഷണങ്ങൾ വിശദീകരിക്കുകയും ആ നന്മകളും ഗുണങ്ങളും വിശേഷണങ്ങളും ഉള്ളവർക്ക് സ്വർഗമാണ്, അത് തന്നെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനമായ അൽ ഫിർദൗസ് ആണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും തുടർന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയും ചെയ്തതാണ് 14 വരെയുള്ള ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണം പുൽകുക തന്നെ ചെയ്യും, മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മരണരംഗം പോലും ഹദീസുകളിൽ കണ്ടത് ആലോചിക്കാൻ നമുക്ക് പേടിയാവും, അല്ലേ? മരണത്തിന്റെ ഒരു വേദന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്, എല്ലാവരും അനുഭവിച്ചു പോകേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇന്ന് ഇമാമ് നിന്ന ഷെയ്ഖ് ഇജാസ് ക ഓതിയ ആയത്തുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകാൻ നമുക്ക് മനസ്സിലാവും. അതൊരു പ്രത്യേകതരം മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ആരെക്കുറിച്ചുള്ള മരണമാണ്? റബ്ബുനല്ലാ സുമ്മ ഇസ്തഖാമ, ഞങ്ങളെ റബ്ബ് അള്ളയാണ് എന്ന് വിശ്വസിക്കും പറയുകയും ചെയ്തു. അതനുസരിച്ച് ഇസ്തിഖാമത്തോടെ ജീവിക്കുകയും ചെയ്താൽ അവരുടെ മരണം വേറൊരു മരണമാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ദീർഘമായൊരു ഹദീസ് പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നെന്താ വെച്ചാല്, മലക്കുകളുടെ കൂടെ, മലക്കുൽ മൗത്തിന്റെ കൂടെ വേറെയും കുറെ മലക്കുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ മലായിക്കത്ത് എന്ന് വന്നത് എന്നുള്ളതാണ്. ആ മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള മലക്കുകൾ വരുന്നത് കണ്ടാൽ തന്നെ മരിക്കാൻ പോണ ആൾക്ക് ഞാൻ നരകത്തിലാ സ്വർഗത്തിലാന്ന് ധാരണ കിട്ടിക്കഴിഞ്ഞു. കാരണം എന്താ? ബീലുൽ വുജൂഹ്, കണ്ടാൽ തന്നെ സന്തോഷം തോന്നുന്ന തൂവെള്ള വസ്ത്രം ധരിച്ച ആളുകളാണ് മലക്കുകൾ. കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധമുണ്ട്, കഫൻ പുടവയുണ്ട്. മലക്കുൽ മൗത്ത് അവന്റെ തലയോട് ചേർന്നിരിക്കും, മറ്റു മലക്കുകൾ അവന്റെ ചുറ്റുമിരിക്കും. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കണ്ട, ദുഃഖിക്കണ്ട, ഭയപ്പെടണ്ട. അവിടെയൊക്കെ ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അത്തരം ആളുകളുടെ മരണസമയത്ത് തന്നെ അവരോട് പറയണത് എന്താണ്? അല്ലാ തഖാഫു, ഇനി എന്താ ഉണ്ടാകുക എന്ന് ആലോചിച്ച് പേടിക്കണ്ട, വലാ തഹ്സനൂ, ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചു പോയത് എന്നോർത്ത് ദുഃഖിക്കും വേണ്ട, കഴിഞ്ഞതോർത്ത് ദുഃഖിക്കും വേണ്ട, വരാനിരിക്കുന്നതോർത്ത് ഭയപ്പെടും വേണ്ട. കാരണം അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്കൊക്കെ കിട്ടും എന്ന് പറഞ്ഞൊരു സ്വർഗല്ലേ, അത് കിട്ടാൻ പോവുകയാണ്. അങ്ങനെ ഒരു മരണം അള്ളാഹു നമുക്ക് തരട്ടെ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന
ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ എന്ന സന്തോഷ വാർത്ത കേട്ട് മരിക്കാൻ കഴിയുന്നൊരു മരണം. മരിക്കുന്നുള്ളിൽ സംശയമൊന്നുമില്ല, എവിടെ വെച്ചാണ് അറിയില്ല, എങ്ങനെയാ മരിച്ചാലും ഈമാനോട് കൂടി മരിച്ചിട്ട് ആ സന്തോഷ വാർത്ത കേട്ടിട്ട് ഇവിടുന്ന് പോകാൻ പറ്റണം. അള്ളാഹു നീ എന്തിനു തൗഫീഖ് പ്രദാനം ചെയ്യണേ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പല ആയത്തുകളിലും നമുക്ക് കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടും. നമ്മൾ എങ്ങിട്ട് പോയാലും മരണം നമ്മളെ അദ്റക്ക എന്ന് പറഞ്ഞാൽ പിന്നാലെ വന്ന് കൂടുക എന്നാണ് ശരിക്കർത്ഥം. ഇതിൽ അള്ളാന്റെ പ്രയോഗം എങ്ങനെയാണ്? ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ ഇങ്ങോട്ട് പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിപ്പടുത്ത കോട്ടക്കുള്ളിലാണെങ്കിലും ബലിഷ്ഠമായ കൊട്ടാരത്തിനുള്ളിലാണെങ്കിലും എവിടെയാണെങ്കിലും മരണം അതിന്റെ സമയത്ത് നമ്മളെ വന്ന് പിടിച്ച് അങ്ങനെ കൊണ്ട് നമുക്ക് അടങ്ങി ഒതുങ്ങി നീണ്ടു നിവർന്ന് കടന്നു കൊടുക്കാനല്ലാതെ ആയിട്ടില്ല എന്ന് പറയാൻ, കുറച്ചത് കഴിയട്ടെ എന്ന് പറയാൻ അവസരമില്ലാത്ത സംഭവം തന്നെയാണ് മരണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇന്റെ 78-ാമത്തെ ആയത്തിൽ പറയാണ്. ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു മരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകണമായിരുന്നു. ഒരു കവി പാടിയത് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏതാ? വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലി അഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ദുനിയാവിൽ ആർക്കെങ്കിലും ഒരു സ്ഥിരം താമസിക്കാൻ അവസരം ഉണ്ടാകുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹുമായിരുന്നു ഫീഹാ മുഖല്ലദ്. എന്നും ഈ ലോകത്ത് ഇങ്ങനെ ഉണ്ടാകേണ്ടത് റസൂലാകുമായിരുന്നു. പക്ഷെ ആ പ്രവാചകനോട് തന്നെ അല്ലാഹു പറഞ്ഞത് എന്താ? ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഇന്നക മയ്യിത്തുൻ, റസൂലേ താങ്കളും മരിക്കും. വ ഇന്നഹും മയ്യിത്തൂൻ, അവരെല്ലാവരും മരിക്കാനുള്ളവരാണ്. റസൂൽ എങ്ങളും മരിക്കും, എല്ലാവരും മരിക്കും. അപ്പൊ മരണത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു പോവുക സാധ്യമല്ല എന്നാണ് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്. എല്ലാവരും മരിക്കും, എവിടെ വെച്ചു ആകാം, എങ്ങനെയാകാം. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. അതൊക്കെ പ്രയോഗങ്ങൾ നോക്കണം. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ അകന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, എന്തിപ്പോ പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് ഒരു നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, കുറച്ചും കൂടിയാണ് നീണ്ടു കിട്ടിയാൽ നല്ലത് എന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് പക്ഷേ ആ മരണം മുലാഖീക്കും, നിങ്ങൾ ഇങ്ങോട്ട് കണ്ടുമുട്ടും. നിങ്ങൾ അങ്ങോട്ട് പോകാൻ ഒരു കാര്യമില്ല, മരണം ഇങ്ങോട്ട് വന്ന് നിങ്ങളെ കണ്ടുമുട്ടും എന്ന് സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് മരണം സുനിശ്ചിതമാണെങ്കിൽ ആ മരണത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് എന്തുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നനഞ്ഞ മണ്ണുള്ള ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് നനഞ്ഞ മണ്ണുള്ള ഖബർ എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഖബറടക്കിയിട്ടുള്ളൂ എന്നർത്ഥം. അത്തരമൊരു ഖബറിനരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുപോയ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, റകഅതാനി ഖഫീഫതാനി റകഅതാനി ഖഫീഫതാനി മിമ്മാ തുഹ്കിറൂന വ തുൻഫിലൂന യസീദുഹുമാ ഫീഹ. ഈ ആള് ഇപ്പം എന്താ ആഗ്രഹിക്കണേ നിങ്ങൾക്കറിയോ? 2 റക്അത്ത് വളരെ എളുപ്പത്തിൽ വേഗത്തിൽ നിങ്ങൾ നിസ്കരിക്കണേ ഒരു 2 റക്അത്തില്ലേ, അത് ഇനി ഒന്ന് കൂട്ടാൻ പറ്റിയെങ്കിൽ എന്നാണ് ഈ ഖബർ കിടക്കണ ആള് ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ ചോദിക്കും, ഇപ്പൊ ഖബറാളി എന്താ ആഗ്രഹിക്കണേ നിങ്ങൾക്കറിയോ? ഒരു 2 റക്അത്തും കൂടി നിസ്കരിക്കാൻ പറ്റിയെന്നെങ്കിൽ. പക്ഷെ കയ്യോ, മരണത്തോടു കൂടി എല്ലാം നിന്നു. ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യം ഒഴികെ എല്ലാം മുറിഞ്ഞു പോയി. അപ്പൊ മരിക്കുന്നതോടുകൂടി അമല് നിൽക്കുകയാണ്. എന്നാൽ ഒരു അമല് അധികം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ഈ ഖബറിൽ കിടക്കുന്ന ആള് ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. സുഹൃത്തുക്കളെ, എത്രേ ഉള്ളൂ, മരിക്കുന്ന ഉറപ്പുള്ള നമ്മള് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങിയോ എന്നുള്ളതാണ് പ്രധാനം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ നല്ല ആളാണോ നോക്കാൻ 4 കാര്യം ഉണ്ടായാൽ മതി. ഒരാൾ മുത്തഖിയാണോ,
എന്ന് നോക്കാൻ 4 സ്വഭാവം ഉണ്ടായാൽ മതി. അള്ളാഹു 4 നമുക്ക് തരട്ടെ. ഒന്നെന്താ അറിയോ? അൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ റബ്ബിനെ പേടിണ്ടാവുക. വൽ അമലു ബിത്തൻസീൽ, അള്ളാഹ് ഇറക്കി തന്ന ഖുർആനനുസരിച്ച് പ്രവർത്തിക്കുക. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറച്ച് കിട്ടിയാലും അതിലൊരു തൃപ്തി തോന്നുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, അതാണ് നമ്മുടെ വിഷയം. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരിച്ചു പോകുന്ന ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങുക. അതൊക്കെയാണ് 4 എന്ന് പറഞ്ഞു വെക്കുക. നമുക്ക് നമ്മൾ നല്ല ആളാണോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒന്ന് പടച്ചോനൊരു പേടിയുണ്ട്. പ്രവർത്തിക്കുന്നത് അള്ളി റസൂലും പഠിപ്പിച്ചതനുസരിച്ചാണ്. എത്ര എന്ത് കിട്ടിയാലും അതിലൊരു മനസമാധാനം ഉണ്ട്, തൃപ്തി ഉണ്ട്. മരണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരുക്കുന്നുണ്ട്. അള്ളാഹു ഈ 4 ഗുണങ്ങളും നമുക്ക് നൽകട്ടെ. അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹ് പറയാണേ, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിത്തൂൻ. സമയം വന്നു കഴിഞ്ഞാൽ മലക്കുകൾ അത് കൃത്യമായി ചെയ്യും. വഹും ലാ യുഫരിത്തൂൻ, അവർ ഒരു കുറവും വരുത്തൂല, ഒരു വീഴ്ചയും അവർക്ക് സംഭവിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും, അതിന് ഏൽപ്പിക്കപ്പെട്ട മലക്ക് അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്ത് ഇതിൽ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. 5 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, അള്ളാന്റെ അടുത്താണ് അന്ത്യസമയം. അവനാണ് മഴ ഏത് സമയത്ത് എവിടേക്ക് എത്ര അളവിൽ പെയ്യണം എന്ന് തീരുമാനിക്കുന്നവൻ. അവനാണ് ഗർഭാശയത്തിൽ വളർന്നു വരുന്ന കുട്ടി ഭാവിയിൽ നല്ലോനോ ചീത്തയാളോ എന്നൊക്കെ വിധിക്കുന്നവൻ. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് ചെയ്യാനാകും ഒരാൾക്കും പറയുക സാധ്യമല്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, നാളെ എവിടെ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും പറയുക സാധ്യമല്ല. ചില ആളുകളൊക്കെ നമ്മൾ പറയും അതിനായിട്ട് അങ്ങോട്ട് എത്തി അല്ലേ. തോട്ടശ്ശേരി ഇസ്മായിൽ ഖാൻ അറിയില്ലേ അല്ലേ, ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചത് അറിയോ? ആഫ്രിക്കയിലെ ഉഗാണ്ടയിൽ. അദ്ദേഹത്തിന്റെ ആ മകൻ മരിക്കുന്നത് കാണാൻ ടിക്കറ്റും വിസ എടുത്തിട്ട് 2 ദിവസം മുന്നേ മൂപ്പരങ്ങോട്ട് എത്തി. അതങ്ങനെയാണ് അള്ളാന്റെ തീരുമാനം. അവിടെ മൂപ്പരെ ബിസിനസ്സും മകന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ബാപ്പാനെ ടിക്കറ്റും വിസയൊക്കെ എടുത്ത് കൊണ്ടുപോയി. അവര് ഒരു യാത്ര പോകുന്ന സമയത്ത് ആക്സിഡന്റ് ആയിട്ട് മകൻ മരിച്ചു. എവിടെ? ആഫ്രിക്കയിലെ ഉഗാണ്ട എന്ന് പറഞ്ഞ ഒരു ഉൾപ്രദേശമായിട്ട് ആളുകൾ പറയുന്ന ഒരു സ്ഥലം. എവിടെ വെച്ചാ മരിക്കുക പറയാൻ കിട്ടില്ല. എവിടേക്കാണെങ്കിലും ഇതാ അറാദല്ലാഹു ഖബ്ല റൂഹി അബ്ദിൻ ബിഅർദ് ജഅല ലഹു ഫീഹാ ഹാജ, ഒരു സ്ഥലത്ത് വെച്ച് മരിക്കണം എന്ന് അള്ളാന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അവിടേക്ക് അല്ലാഹു അവനെ എത്തിക്കും. അവിടേക്ക് അതിനൊരു ആവശ്യം അവൻ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോ ഞാൻ ഇന്നലെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിക്കാഹിന് പോകുകയല്ല, അവിടെ ക്ലാസ് എടുക്കാൻ പോകുകയല്ല, പിന്നെന്തിനാ ആ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് മരിക്കാൻ തീരുമാനം ഉണ്ടെങ്കിൽ ഒരാവശ്യം വേണ്ടേ, അതിന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി. ഒരാവശ്യം പടച്ചനുണ്ടായി കൊടുക്കും. വീണ് മരിക്കണം, തെങ്ങിൽ നിന്ന് വീണ് മരിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ട ഒരാള് ഈ കൂട്ടത്തിലോ കുടുംബത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ തെങ്ങിൽ കയറാൻ അറിയാത്ത ആളാണെങ്കിലും അന്ന് കയറും. ജഅല ലഹു ഫീഹാ ഹാജ, അള്ളൊരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കും, അതിന് അങ്ങനെ സംഭവിക്കും. ബൈക്കിൽ നിന്ന് വീണ് മരിക്കണം തീരുമാനിക്കപ്പെട്ട ആള് അന്ന് വരെ ബൈക്കിൽ കയറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അന്നങ്ങോട്ട് കയറും. അന്ന് ആ സമയത്ത് അവിടെ എത്തും. നമുക്ക് മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് പറയാ, സ്പീഡ് കൂടിയോണ്ടാണ്. അതിലേറെ സ്പീഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പോകില്ലായിരുന്നോ ആ വണ്ടി വരുന്നതിന് മുമ്പ്? അങ്ങനെ തിരിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. എന്നാൽ സ്പീഡ് കുറക്കണ്ടേ, അതും വേണം. പക്ഷെ മരണം മാറ്റാൻ കഴിയുമോ? അതില്ല. അതതിൻ്റെ കൃത്യമായ സമയത്ത് അള്ളാഹു തീരുമാനിച്ച സമയത്ത് തന്നെ നടക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് എന്തോ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നാഴിക പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യില്ല.
ഒരു സെക്കൻഡ് ബന്ധിക്കപ്പെടുന്നില്ല. നമ്മളെ ജനനത്തീയതി എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ ജനിച്ച ദിവസം അല്ലേ? വർഷം അറിയും, മാസം അറിയും, തീയതിയും അറിയും. എൻ്റെ മക്കൾ എങ്ങനെ അറിയോ? കാണാതെ അറിയില്ലെങ്കിലും നോക്കിയാൽ മിനിറ്റും അറിയും, സെക്കൻഡും അറിയും. കാരണം രേഖയിലുണ്ട് അല്ലേ? നമ്മളെ ഡേറ്റ് ഓഫ് അതിൽ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന രേഖയിലുണ്ടാകും 12/1 ഇത്ര സെക്കൻഡിലാണ്. അത് ഓല് തരുന്നൊരു കണക്കാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതേപോലെ ഒരു മരണസമയമുണ്ട്. ഏത് വർഷത്തിൽ, ഏത് മാസത്തിൽ, ഏത് ദിവസത്തിൽ, ഏത് മണിക്കൂറിൽ, ഏത് മിനിറ്റിൽ, ഏത് സെക്കൻഡിൽ നമ്മൾ മരിക്കണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് നടക്കും. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. നിങ്ങളിങ്ങനെ ബീജത്തിൽ നിന്ന് വന്നവരല്ലേ? രക്തമായില്ലേ, മാംസമായില്ലേ, എല്ലായില്ലേ, മാംസം പൊതിഞ്ഞ് മനുഷ്യക്കുഞ്ഞായി ജനിച്ചു വീണില്ലേ? സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. നിങ്ങളിങ്ങനെ മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ മരണവാർത്തകൾ ഓർക്കണം എന്നല്ല. അതുണ്ട്, പക്ഷെ അതല്ല പ്രഥമമായി. പിന്നെ അവനവൻ്റെ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണം. അതാണ് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ വീട്ടിൽ വിശാലമായ ഹാളിൽ മയ്യത്തായി ഇങ്ങനെ കിടക്കണത് ഞാൻ ഓർക്കണം എന്ന്. ഭാര്യ ഒരു റൂമിൽ ദുഃഖിച്ച് കിടക്കണത്, ജ്യേഷ്ഠന്മാരൊക്കെ വരുന്നവർക്ക് മുഖത്തുനിന്ന് തുണി മാറ്റി ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ആ മയ്യത്തായി കിടക്കണ രംഗല്ലേ, അത് ഞാൻ ഓർക്കണം എന്നാണ് അക്സിറു ദിക്ർ ഹാദിമിൽ ലദ്ദാത്ത് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിൽ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അനാമിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ഓരോ ആയത്തുകളും ഓതി വിശദീകരിക്കുന്നില്ല. തൊട്ടടുത്ത് വരുന്ന ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്താണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലിംനി ഔജിസ്, റസൂൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, കുറച്ച് മതി. ഔജിസ് എന്ന് പറഞ്ഞു, ഒന്ന് ചുരുക്കി എന്നോട് കുറച്ച് ഉപദേശം. ഔസിനി ഔജിസ്, എന്നൊന്ന് ഉപദേശിക്കും റസൂലെ, കുറച്ച് ഉപദേശം മതി, ചെറുത് മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം പറഞ്ഞു കൊടുത്തു. ഒന്ന്, നീ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ഓരോ നിസ്കാരത്തിലും നീ നിൽക്കുമ്പോൾ അത് നിന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്നുള്ള ബോധത്തോടെ നിസ്കരിക്കണം. 2, ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സോറി പറയേണ്ട, പിന്നീട് നീ ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ ഇല്ലാത്ത വിധം ജീവിക്കണം. 3, ആളുകളത് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ബോധം നീ ഒഴിവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. അവിടെ നമ്മുടെ വിഷയം എന്താ ചോദിച്ചാൽ, പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഇദാ ഖുംത ഫീ സ്വലാത്തിക, നിസ്കാരത്തിന് നീ നിന്നു കഴിഞ്ഞാൽ ഫസ്വല്ലി സ്വലാത്ത മുവദ്ദഇൻ. ഇന്ന് നമ്മൾ നിസ്കരിച്ച സുബ്ഹ് അവസാനത്തെ സുബ്ഹ് ആയിരിക്കും, അല്ലെങ്കിൽ അവസാനത്തെ നമസ്കാരം ആയിരിക്കും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമാം ഊതി ആയത്ത് കൂടി ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഒന്നാമത്തെ റക്അത്തിൽ ആ ഒരു നല്ല മരണോ അവർക്ക് കിട്ടാൻ പോണ പ്രതിഫലോ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാകണമെന്നും, എന്നിട്ട് ഉള്ള അതേപോലെ തിരിച്ചടിക്കരുതെന്നും, ക്ഷമയും സുബറും അങ്ങേയറ്റുള്ളവർക്ക് അങ്ങനെ വല യസ്തവിൽ ഹസരത്ത് വല സയ്യി ആകാൻ സാധിക്കുള്ളൂ എന്നും നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ വിവിധ നാമങ്ങൾ 2ാമത്തെ റക്അത്തിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ച് ജീവിക്കുന്ന നല്ലവരെയും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളെ, നമുക്കിപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കണ പാടെന്താ? നിങ്ങൾ എന്തായാലും മരിക്കും എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇജ്ജ് മരിക്കട്ടോ നമ്മളോട് ഒരാൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇജ്ജ് പറഞ്ഞപ്പോഴാണ് അപ്പോൾ അത് മനസ്സിലായത്. അങ്ങനെ അല്ല, അതൊരു ഓർമ്മപ്പെടുത്തല. മരിക്കൂട്ടോ, ഈ കളിയും ചിരിയൊക്കെ നിൽക്കൂട്ടോ, ഇതൊക്കെ അവസാനിപ്പിക്കണ ഒരു ദിവസം വരും കേട്ടോ. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ ഒരുങ്ങിക്കോ. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ ഒരുങ്ങിക്കോളൂ. ഈ ഹദീസത്തിൽ കൊടുക്കുന്നുണ്ട്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 അവസ്ഥകൾ വരുന്നതിന് മുമ്പ് 5 അവസ്ഥകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഹയാത്തക്ക ഖബ്ല മൗതിക, മരിക്കുന്നതിന് മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തണം. മരിക്കുന്നതിന് മുമ്പ് ജീവിതം നന്നായി ഉപയോഗപ്പെടുത്തണം.
സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കണം. തുടർന്ന് റസൂലുള്ള പറഞ്ഞു വസിഹത്തക ഖബല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യകാലത്ത് നീ നല്ലോണം ചെയ്തോ. ഇതിനൊക്കെ വേറൊരർത്ഥമുണ്ട്. പണ്ഡിതന്മാർ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാം, ജീവിതം നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മരിച്ചാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ആരോഗ്യകാലത്ത് പള്ളിക്ക് കൃത്യമായിട്ട് വന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രോഗിയായിട്ട് പേരി കുത്തിരുന്നാലും പള്ളിയിൽ വന്ന് നിസ്കരിച്ച് കൂലിട്ടു. മനസ്സിലുണ്ടോ പറയുന്നത്? അതാണ് സിഹത്തക ഖബല സഖമിക ഫറാക ഖബല ശുഗ്ലിക. തിരക്കുകൾ വരുന്നതിന് മുമ്പ് ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിക്കോ. അപ്പൊ പിന്നെ തിരക്കുള്ള സമയത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയണില്ലെങ്കിലും അതിനുള്ള കൂലിയുണ്ട്. അടുത്തതെന്താണ് ശബാബക ഖബല ഹറമിക. നിന്റെ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വം ഉപയോഗപ്പെടുത്തിക്കോ. ചുറുചുറുക്കുള്ള ചെറുപ്പകാലത്ത് നല്ലോണം റബ്ബിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യകാലത്ത് അതിന് മനസ്സ് മതി, ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷെ അതിനുള്ള ചെറുപ്പകാലമല്ല, ചുറുചുറുക്കില്ല, അതിനുള്ള ആരോഗ്യമില്ല, അതിനുള്ള ഇതില്ല എങ്കിൽ അവനത് ചെയ്ത പ്രതിഫലമാണ്. വഗിനാക ഖബല ഫഖരിക. നിനക്ക് ഇല്ലാത്തൊരവസ്ഥ വരുന്നതിന് മുമ്പ് ഉള്ളത് പടച്ചോന്റെ മാർഗത്തിൽ കൊടുത്തോ. ഇല്ലാതെ ആയാലും കൊടുത്ത കൂലി അവന് കിട്ടും. സുഹൃത്തുക്കളെ, ഹയാതക ഖബല മൗതിക, മരണത്തിന് മുമ്പ് ജീവിതത്തെ ധന്യമാക്കുക എന്നതാണ് ഈ ആയത്ത് പ്രധാനമായും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ, വിശുദ്ധ ഖുർആനിൽ ഒരാള് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിലപിക്കുന്ന രംഗങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യ രംഗം മരണരംഗമാണ്. കുറച്ചവനെ കുറച്ചങ്ങോട്ട് നീട്ടിത്തരികയാണെങ്കിൽ ഞാനത് നന്നായിക്കോളാന്ന് അവൻ പറയും. ഈ സൂറത്തിൽ തന്നെ വരുന്നൊരു സംഭവമാണ് അത്. ഇപ്പൊ അടുത്ത ആയത്തിൽ അള്ളാഹ് പറയുന്നത് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തുൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. പിന്നീട് അന്ത്യനാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാണല്ലോ. അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു സംഭവമുണ്ട്. മൗത്തിന്റെയും ബഅസിന്റെയും ഇടയിലുള്ള ഇടക്കാലം, ആ കാലയളവിനാണ് എന്ത് പറയാ, ബർസഖ് എന്ന് പറയാ. അത് ആ വാക്കും ഈ സൂറത്തിൽ തന്നെയാണ്. സൂറത്ത് മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്തിലാണ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത് എന്താണ്? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അത് വരാൻ പോണ ആയത്താണ്. 100, 101 ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ മരിക്കുന്ന സമയത്ത് ബഅസിന് മുമ്പുള്ള ബർസഖ്ക്ക് പോകുമ്പോൾ ഓൻ പറയും റബ്ബിർജിഊൻ, പടച്ചോനെ എന്നിട്ട് എന്നെ ജീവിതത്തിൽ എന്നെ മടക്കുകയാണെങ്കിൽ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഉപേക്ഷ വരുത്തിയ, നഷ്ടം വരുത്തിയ, ചെയ്യാതെ പോയതൊക്കെ ചെയ്തിട്ടൊന്ന് വരാം, ഒന്നൊരവസരം തന്നെ ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുക, പള്ളിയിൽ ജമാഅത്തിനല്ല, ഞാൻ പള്ളിയിൽ തന്നെ ചെലവിച്ചോളാം. അവൻ്റെ മനസ്സ് മാറുകയാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു മരണം മാത്രമല്ല മരണരംഗം. കുഫറിലും ഷിർക്കിലും ബിദ്അത്തിലും ഖുറാഫാത്തിലും അശ്ലീലതകളിലും അധാർമികതകളിലും അകപ്പെട്ടവന്റെ മരണം എങ്ങനെയാണ്? സൂദുൽ വുജൂഹ്, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന മലക്കുകളാണ്. ഇരുമ്പിന്റെ ദണ്ടുകൾ അവരുടെ കൈകളിലുണ്ട്. അവർ അവരുടെ ചുറ്റും വന്നിരിക്കുന്നു. മലക്കുൽ മൗത്ത് തലയോട് ചേർന്നിരിക്കുന്നു. സമയമാകും ആത്മാവിനെ വലിച്ചൂരുന്നു. ഉള്ളിലേക്ക് ആത്മാവ് വലിഞ്ഞു കയറുന്നു. ഉൾവലിയുന്ന ആത്മാവിനെ യദ്രിബൂന വുജൂഹവും അദ്ബാറഹും, മുതുകുകളിലും മുഖങ്ങളിലും അടിച്ചടിച്ച് ആത്മാവിനെ വലിച്ചൂരുന്നു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് വിശദമായി പഠിപ്പിച്ചു തന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിലാകും എൻ്റെ കാര്യം പോക്കാണ്. കാരണം വരുന്ന മലക്കുകൾ പേടിപ്പെടുത്തുന്ന മലക്കുകളാണ്. ആത്മാവിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തതിനാൽ അടിയും ഇടിയും കൊള്ളുകയാണ്. ചില ആളുകൾ അത് പുറത്തേക്ക് പറയുകയും ചെയ്യും, ശരിക്കും മനസ്സിലാവില്ല. ഈ അടുത്തിരിക്കുന്ന ഭാര്യയ്ക്ക് മനസ്സിലാവില്ല ആരോടാണ്, നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കും പുറത്തേക്ക്. എന്തിനാണ് ഇന്നെ അടിക്കണേ? നമ്മൾ അടിക്കണമെന്നും കാണൂല, അടിക്കുന്നത് മലക്കുകളാണ്. നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ ഇയാള് പുറത്തേക്ക് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ ഒരു യാത്രക്കിടയിൽ ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലണില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ മയ്യത്തിന്റെ മരണാസനായ വ്യക്തിന്റെ അടുക്കൽ ചെന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. അയാൾ പറഞ്ഞു
കുറച്ചും കൂടി ഇങ്ങോട്ട് ഒഴിക്ക്, ഞാൻ ലേശം കൂടി കുടിക്കട്ടെ ആണോ അവൻ്റെ സംസാരം. മരിക്കുന്ന സമയത്ത് എന്താ പറയണേ, കുറച്ചും കൂടി ഒഴിക്ക്, ഞാൻ കുറച്ചുകൂടി കുടിക്കട്ടെ. അത് വല്ല മരിച്ചതിന് ശേഷം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ള ചോദിച്ചറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ദുശ്ശീലം ഉണ്ടായിരുന്നത് മദ്യപാനാണ്. മരണസമയത്ത് പോലും എന്താ പറയുള്ളത്, കുറച്ചും കൂടി ഒഴിക്ക്, ദുർമരണത്തിൻ്റെ ലക്ഷണമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി വമൻ മാത അലാ ഷൈഇൻ ബുഇസ അലൈഹി. ഇന്നത്തെ ഖുർആൻ ക്ലാസിന്റെ തീമായിട്ട് നിങ്ങൾ ഇത് മാത്രം മനസ്സിൽ വെച്ചാൽ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് നടന്നു എന്നാണ് ഞാൻ വിചാരിക്കുക. മൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി. ഒരാൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ മരിക്കും. ഉമ്മാനോട് ദേഷ്യപ്പെട്ട് അയൽപ്പക്ക മര്യാദകളില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് ശിർക്കും കുഫറൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആള് അങ്ങനെ മരിക്കും. ഒരു ദുർമരണം അയാൾക്കുണ്ടാവും. പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ഖുർആൻ ക്ലാസ്സിന് വന്ന് ഖുർആൻ ഓതി സുന്നത്ത് നോമ്പും നോറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത അലിഹി അങ്ങനത്തെ ഒരു നല്ല മരണം അല്ലാഹു കൊടുക്കും. വമൻ മാത അലാ ഷൈഇൻ ബുഇസ അലൈഹി. എങ്ങനെയാണോ ഒരാൾ മരിക്കണത് അങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. മരണം ഉയർത്തെഴുന്നേൽപ്പാണല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. യൗമുൽ ഖിയാമ എന്നുള്ളത് അന്ത്യനാളിന്റെ വ്യത്യസ്ത പേരുകളിൽ ഒരു പേരാണ്. 30-ലധികം പേരുകൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. എന്തിന്? അന്ത്യനാളിന്. പൊതുവായി ഉപയോഗിച്ച 2 പദമാണുള്ളത്. യൗമുൽ ഖിയാമ, അസ്സാഅ. അങ്ങനെ യൗമുൽ ഖിയാമ അന്ത്യനാൾ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച 30-ലധികം പേരുകളിൽ പ്രധാനപ്പെട്ട 2 പേരുകളാണ്. ഒന്ന് യൗമുൽ ഖിയാമ, നിൽക്കുന്ന ദിവസം, ഒക്കെ നിൽക്കുന്ന ദിവസമാണ് അല്ലേ. 2 അസ്സാഅ, ആ സമയം. അസ്സാഅ അശ്റാത്തുസ്സാഅ എന്ന് പറയാം അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾക്ക്. അശ്റാത്തുസ്സാഅ. അപ്പോൾ യൗമുൽ ബഅസ്, യൗമുൽ ഖുറൂജ്, യൗമുൽ തനാദ്, യൗമുൽ തലാഖ്, യൗമുൽ ഖിയാമ, യൗമുൽ ഹിസാബ്, ധാരാളം പേരുകൾ അന്ത്യദിനത്തിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പേരാണ് ഇത് എന്നർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത്, നന്നാകാത്ത ആള് മരണസമയത്ത് വിലപിക്കുന്ന ഒരു അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മരിക്കുമ്പോൾ മാത്രമല്ല, മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ടും അവൻ വിലപിക്കുക. നന്മ കുറഞ്ഞ ആള് മരിച്ചതിന് ശേഷം മയ്യത്ത് കട്ടിലിൽ അവനെ ആളുകൾ മയ്യത്തും വെച്ച് കൊണ്ടുപോകുമ്പോഴും നല്ല മയ്യത്താണെങ്കിൽ പറയും, എന്താ പറയാ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗം കൊണ്ടുപോകൂ, വേഗം കൊണ്ടുപോകൂ. കിട്ടാൻ പോണ നന്മകളും സന്തോഷങ്ങളൊക്കെ മുന്നിലിങ്ങനെ കാണുകയാണ്. അപ്പോൾ നല്ലൊരു ആത്മാവിൻ്റെ വേർപാടാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ വിളിച്ചു പറയുന്നത് വേഗം കൊണ്ടുപോകൂ, വേഗം കൊണ്ടുപോകൂ എന്നാണ്. എന്നാൽ വൈൻ കാനത്ത് ഗൈറ സ്വാലിഹ, നന്മകളൊന്നും ചെയ്യാതെ മരിച്ചു പോയ ഒരാളുടെ മയ്യത്താണെങ്കിൽ കാലത്ത് അത് പറയും, യാ വൈലഹ ഐന യദ്ഹബൂന ബിഹ, എൻ്റെ നാശമേ, എവിടുക്കാ ബലി കൊണ്ടുപോണത്, എന്തിനാണ് ഇവരെന്നെ കൊണ്ടുപോകുന്നത്, എനിക്കൊരു നന്മകൾ ചെയ്യാൻ അവസരം തരാതെ കൊണ്ടുപോകുകയാണല്ലോ എന്ന് വിലാപം മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് അവൻ നടത്തും. റസൂലുള്ളാഹി പറഞ്ഞു, യസ്മഉ സൗതഹ കുല്ലു ഷൈഇൻ, എല്ലാ ജീവികളും ആ ശബ്ദം കേൾക്കും, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ. വലു സമിഅഹ, മനുഷ്യനത് കേട്ടിരുന്നുവെങ്കിൽ സഇഖ, എന്ത് ചെയ്യും, മയ്യത്ത് കട്ടിൽ കിടന്നിട്ട് നമ്മളെ ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ, നമ്മളെ കാക്കാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് ഉഗ്ഗും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ 2 ആയത്ത് നമ്മളെ ജീവിതം നന്നാക്കാനുള്ള ആയത്ത് തന്നെയാണ്. ഞാൻ ബോർഡിൽ എഴുതിയിട്ടില്ല, ആ വാക്കുകൾ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി. സുമ്മ, പിന്നീട്, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ബഅദ ദാലിക, അതിനുശേഷം, ലമയ്യിത്തൂൻ, മരണപ്പെട്ടു പോകുന്നവർ തന്നെയാണ്. അവിടെ ബഅദ എന്നുള്ളതിൻ്റെ ഒരു വാക്കവിടെ വരുന്നുണ്ട്, ബഅദ. അതിൻ്റെ വിപരീതം എന്താ? വിപരീതം ഖബ്ല. ആ ഒരു വാക്യം നമ്മൾ മനസ്സിലായിക്കോട്ടെ. ബഅദ ഖബ്ല. ഖബ്ല പറഞ്ഞ മുമ്പ്, ബഅദ പറഞ്ഞ ശേഷം. സുമ്മ, പിന്നീട്, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ബഅദ ദാലിക, അതിനുശേഷം, ലമയ്യിത്തൂൻ, മരിച്ചു പോകുന്നവർ തന്നെയാണ്. സുമ്മ ഇന്നക്കും, പിന്നീട് തീർച്ചയായും നിങ്ങൾ, യൗമുൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ, തുബ്അസൂൻ, ബഅസാർന
നിയോഗിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. തുബഅസൂൻ, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുന്നു. അപ്പോൾ ആ ബഅസിനും ആ മൗത്തിനും ഇടയിലുള്ള ബർസഖും ഈ സൂറത്തിൽ തന്നെ പിന്നീട് അള്ളാഹ് പറയുന്നുണ്ട്. ആ മരണത്തിന് വേണ്ടി നമ്മൾ നന്നായി ഒരുങ്ങണം. അല്ലെങ്കിൽ മരിക്കുമ്പോൾ സങ്കടമാണ്, വിലപിക്കുകയാണ്. മയ്യത്ത് കട്ടിലിലും വിലാപമാണ്. മറ്റൊരു വിലാപം കൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. രേഖ കയ്യിൽ കിട്ടുമ്പോഴും അവന്റെ രേഖ ഇടത് കയ്യിൽ പിറകിലൂടെ കിട്ടുക. അപ്പോൾ പറയും യാ വൈലതന, നിന്റെ നാശമേ, മാലി ഹാദൽ, ഇതെന്തൊരു ഗ്രന്ഥ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതൊന്നും ഇതിൽ രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ, ഒക്കെ ഇതിലുണ്ടല്ലോ. വലത് കയ്യിൽ സന്തോഷത്തോടെ ആ രേഖ കിട്ടണവന്റെ സന്തോഷം എങ്ങനെയോ പ്രകടിപ്പിക്കുക. ഹാ ഉക്റഊ കിതാബിയ, നോക്കടാ എന്റെ ഗ്രന്ഥം, വായിച്ചു നോക്കൂ. അവനിങ്ങനെ സന്തോഷിക്കുകയാണ്. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണയും ഒരു രേഖയും ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് അന്ന് തന്നെ അറിയായിരുന്നു. അതുകൊണ്ടാണ് അത് വലത് കയ്യിൽ സന്തോഷത്തോടെ കിട്ടിയത്. രേഖ കയ്യിൽ കിട്ടുമ്പോൾ വലതു ഭാഗത്തിലൂടെ സന്തോഷത്തോടെ വാങ്ങുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നരകം കാണുമ്പോഴും അവൻ വിലപിക്കുക. വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹാ ഇന്നാ മൂഖിനൂൻ. ഓരോ വാക്കും പ്രത്യേകം പഠിക്കേണ്ട വാക്കാണ്. തലകുനിച്ച് നരകമാണ് എന്ന് ഉറപ്പാകുന്ന സമയത്ത് അവൻ പറയാണ്, റബ്ബന അബ്സർന വസമിഅന, ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇപ്പൊ ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, കേട്ടതൊക്കെ ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പടച്ചോനെ. ഫർജിഅന, അതുകൊണ്ട് ഒന്നും കൂടി ജീവിതത്തിലേക്ക് മടക്ക്, നഅമൽ സ്വാലിഹ, നന്മകളൊക്കെ ചെയ്തു വരാം. എന്നിട്ട് അടുത്ത വാക്കെന്താ? ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ ദൃഢവിശ്വാസികളായിട്ടുണ്ട്. ഞങ്ങളെ സംശയിക്കൊന്നും വേണ്ട. ശരിക്ക് ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ ഞങ്ങൾ നന്മ ചെയ്ത് വരുന്നുള്ളിൽ ഇനി ഒരു സംശയവും വേണ്ട. കാരണം ഇന്നാ മൂക്കിനു, ഞങ്ങളിപ്പോൾ നല്ല വിശ്വാസികളാണ് എന്ന് നരകം മുന്നിൽ കാണുമ്പോൾ പറഞ്ഞു നോക്കും. പക്ഷെ ആ സമയത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല. നരകത്തിലേക്ക് അള്ളാഹു തള്ളിവിടും. പക്ഷേ ആ നരകത്തിൽ കടന്നും വഹും യസ്തരിഖൂന ഫീഹ, ആ നരകത്തിൽ കടന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് അവർ പറയും, റബ്ബനാ ഖരിജ്നാ, റബ്ബേ ഒന്ന് തിരിച്ചുവിടണേ, നഅമൽ സ്വാലിഹ ഗൈറല്ലദീ കുന്നാ നഅമൽ, ചെയ്തിട്ടില്ലാത്ത നന്മകളൊക്കെ ചെയ്തിട്ട് വരാം, ഒന്നങ്ങോട്ട് പറഞ്ഞേക്ക് കുറച്ചോനെ. അല്ല പറയും, ഇതൊക്കെ പറഞ്ഞുതരാൻ ആളും വന്നിരുന്നു, നരകത്തെക്കുറിച്ചുള്ള താക്കീതും ഉണ്ടായിരുന്നു, അവസരവും തന്നിട്ടുണ്ട്, താക്കീതും തന്നിട്ടുണ്ട് എന്ന് അള്ളാഹു തിരിച്ചു പറയും. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ ചിന്തിക്കാനുള്ള സമയം നിങ്ങൾക്ക് തന്നിരുന്നില്ലേ? വജാഅകുമുൻ നദീർ, നരകവും സ്വർഗ്ഗമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തരാൻ ആളും വന്നിരുന്നില്ലേ? അന്ന് നിങ്ങൾ നന്നായിട്ടില്ലല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നാണ്. സുഹൃത്തുക്കളെ, ആ നരകത്തിൽ പോകുന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന് നമ്മുടെ മരണം നല്ല മരണമാകണം. നല്ല മരണമാകണമെങ്കിൽ നമ്മുടെ ജീവിതം നല്ല ജീവിതമാകണം. നല്ല ജീവിതമാകുക എന്ന് പറഞ്ഞാൽ അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കണം. ഖുർആൻ ആ നരകത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഞാനതൊന്നും പറയുന്നത് തക്കാദു തമയ്യസു മിനൽ ഗൈൽ, അതിങ്ങനെ ദേഷ്യം കൊണ്ട് ക്ഷോഭിക്കുകയാണ്. നരകം ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ നിൽക്കണ പോലെ ആയിരിക്കും ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മുടെ മരണം നല്ലൊരു മരണമാക്കി അള്ളാഹു മാറ്റി തരട്ടെ. സുഹൃത്തുക്കളെ, അതിന് നമുക്ക് ഇന്ന് ഒരു കാര്യം ഉറപ്പിക്കാം. എന്താ അറിയോ? ആ ഒരു മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ഇന്ന് ഞാൻ ഒരു അരമണിക്കൂർ ഒരുക്കിയിട്ടുണ്ട്. അതെന്താ? പടച്ചോനെ, നിന്റെ കലാമ് ഒരുമിച്ചിരുന്ന് ഓതി അർത്ഥം പറഞ്ഞ് അതിൻ്റെ ആശയം മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട കുറേ ആയത്തുകൾ കേട്ടിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. പടച്ചോനെ സ്വീകരിക്കണേന്ന് ഇന്ന് നമുക്ക് അഭിമാനിക്കാം. ഈ ലോകത്ത് നമ്മളെ നന്നാക്കണേ, നമ്മൾ വഴുതി പോകാതിരിക്കാൻ, നമ്മൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റിയ ഒരു കയറാണ് ഖുർആൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുല്ലാഹ്, അള്ളാഹിന്റെ ഗ്രന്ഥമുണ്ടല്ലോ, ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി നീട്ടിയിട്ട് തന്ന കയറാണ്. ഇങ്ങനെ നമ്മൾ നല്ല വഴുക്കലുള്ള ഒരു പാറപ്പുറത്ത്
വെള്ളമൊക്കെ ഉള്ള ഒരു സമയത്ത് നമ്മളിങ്ങനെ നടന്നു പോകേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? എന്തു സംഭവിക്കുക? തല അടിച്ച് വീഴാം. പക്ഷെ അപ്പോൾ ഒരു കയറ് കിട്ടിയാൽ എന്തായിരിക്കും? ആ കയറാണ് വിശുദ്ധ ഖുർആൻ. ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർദ്. ഭൂമിയിലേക്ക് പടച്ചോ നീട്ടി തന്ന കയറാണ്. ഇത് മുറുകെ പിടിച്ചാൽ ഫഅംസികൂ, ഇതിനെ പിടിച്ചോളിൻ, വീഴൂല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറേ ആൾ ഇങ്ങനെ ഖുർആൻ ഓതുക, കുറേ ആൾ ഖുർആൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കൊടുക്കുക, കുറേ ആളുകൾ ഇങ്ങനെ ചോദിച്ച് പഠിക്കുകയാണ്. ഞാൻ ഓതുന്നത് ശരിയാണോ എന്ന് ചോദിച്ച് പഠിക്കുക. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹദീസിന് വിശദീകരണം സ്വഹാബികൾക്ക് പേടിയായി. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കണ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളായ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ ആളുകളോട് ചോദിക്കുക, അല്ലാതെ ആരാധനക്കർഹനില്ല നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഉണ്ടല്ലോ റസൂലേ, ഞാൻ അള്ളാന്റെ റസൂലാ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടല്ലോ പ്രവാചകരെ, അള്ള ഇറക്കി തന്നതാണ് ഖുർആൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടല്ലോ പ്രവാചകരെ. ഫഅബ്ശിറൂ ഫഇന്ന ഹാദൽ ഖുർആന തറഫഹു ബിയദില്ലാഹ് വതറഫഹു ബിഐദീകും. നിങ്ങൾ മാക്സിമം സന്തോഷിച്ചോളി. കാരണം നിങ്ങളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഖുർആൻ, ഇതിൻ്റെ ഒരറ്റത്ത് അള്ളാഹുവും മറ്റേ അറ്റത്ത് നമ്മളുമാണ്. അപ്പോൾ മനസ്സിലുണ്ടോ? ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്. ശനിയാഴ്ച നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തതിലേറെ ഇന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട്. കാരണം ഒരറ്റത്ത് അള്ളാഹു, മറ്റേ അറ്റത്ത് നമ്മൾ ഖുർആൻ പഠിക്കുന്തോറും എവിടേക്കാണ് അടുക്കുന്നത്? അള്ളാഹുവിലേക്ക്. നമ്മൾ ഒരു ചാണ എടുത്താലോ അള്ളാഹു ഒരു മുഴം എടുക്കും. നമ്മൾ നടന്നു ചെന്നാൽ അള്ളാഹു ഓടിയെത്തും. അപ്പം നമ്മൾ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ അടുത്തേക്ക് അടുക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു പ്രവൃത്തി ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മുടങ്ങാതെ ആഴ്ചതോറും നടക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ പഠന സംരംഭത്തിൽ പങ്കെടുക്കാൻ 2 ആയത്തെ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളൂ, ഈ മുഅ്മിനൂനിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. പക്ഷേ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ, മരണമുണ്ട് എന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും അവിടേക്ക് വേണ്ടി ഞാൻ നന്നായി ഒരുങ്ങണമെന്നുമുള്ള ചിന്ത ലഭിക്കാൻ ഈ ഒരു ഇരുത്തം കാരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു വീഴ്ചകൾ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. നിന്റെ ഖുർആൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അതിലേക്ക് ആഴത്തിലിറങ്ങാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണം യാ റഹ്മാൻ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.